അൻസാരി സുഹരി ഉസ്താദിനെ ഒരുപാട് ഹൈന്ദവ മതത്തിൽപ്പെട്ടവർ ബഹുമാനിക്കാറുണ്ട്. അത് ചില ചാണക സംഖ്യകൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെയുള്ള ഒരു സംഖ്യയെ നമുക്ക് പരിചയപ്പെടാം. ഇവന്റെ പുസ്തകം ഏതാ? ധാര ചോദിക്കുന്ന ഈ ഉസ്താദ് അതാണ് കോമഡി. എന്റെ പൊന്നുസ്താദെ, നിങ്ങളൊന്നും ഉസ്താദ് വിളിക്കാൻ പറ്റില്ല. ഉസ്താദ് എന്നൊക്കെ പറയുമ്പോ ഗുരുനാഥൻ അല്ലേ? നിങ്ങളൊന്നും ഉസ്താദ് എന്ന് പറയാൻ പറ്റില്ല. നിങ്ങളൊക്കെ രാവിലെ തൊട്ട് മതം തിന്ന് മതം തൂറുന്ന വെറും മതഭ്രാന്തൻ. അൻസാരി അല്ല, അൻനാറി സോറി. കാരണം ഇക്കഴിഞ്ഞ ഈ മറ്റേ തൃശ്ശൂർ കഴിഞ്ഞ ഒരു വെടിക്കെട്ട് ദുരന്തത്തിൽ വരെ സഹായം ചെയ്തവരെ മതത്തിന്റെ പേരിൽ വേർതിരിച്ച പരനാ. ഇവന്റെ ഈ ചിരി കണ്ടിട്ട് ആർക്കെങ്കിലും ഓക്കാനം വരുന്നുണ്ടെങ്കിൽ ഇവന്റെ മുഖം കാണുന്ന നിങ്ങളുടെ ഫോണിൽ തുപ്പിക്കോളും. എന്നിട്ട് കഴിയാൽ മതി. 100% ഉസ്താദുമാരുള്ള ഈ കേരളത്തിൽ വെറും 2% വരുന്ന ഉസ്താദുമാർ ലൈംഗിക വൈകൃതം കാണിക്കുന്നുണ്ടെങ്കിൽ അത് മുഴുവനും ഉസ്താദുമാരുടെ തലയിൽ കെട്ടിവെക്കാൻ നോക്കുന്ന ഇവനെ പോലെയുള്ള പരനാറികളെ തല്ലിക്കൊല്ലണം. ഉസ്താദുമാർ ലൈംഗിക വൈകൃതം കാണിക്കുന്നുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ചു തരുന്നത് മുസ്ലിം സഹോദരങ്ങൾ തന്നെയാണ്, അല്ലാതെ ഇവന്മാരല്ല. ചുരുക്കം ചില ഉസ്താദുമാർ ചെയ്യുന്ന തെറ്റുകൾ മൊത്തം ഉസ്താദുമാരുടെ തലയിൽ കെട്ടിവെക്കാൻ നോക്കുന്ന ഇവനെ പോലെയുള്ള പരനാറികളെ മനുഷ്യ വിസർജ്യം കൊണ്ട് അഭിഷേകം ചെയ്യണം. കേരളത്തിൽ ലൈംഗിക വൈകൃതം കാണിക്കുന്ന മനുഷ്യർ എല്ലാ മതത്തിലുമുണ്ട്. പക്ഷേ സംഘികൾ, ചാണകം തീനികൾ, അത് എല്ലാ മുസ്ലിങ്ങളുടെ തലയിലും കെട്ടിവെക്കാനാണ് ഇവരുടെ ശ്രമം. അൻസാരി സുഹരി ഉസ്താദ് അതുകൊണ്ടാണ് ഇതുപോലൊരു പോസ്റ്റ് ഇവിടെ പോസ്റ്റ് ചെയ്തത്. മുസ്ലിമിൻ്റെ പുസ്തകത്തിലാണ് ഇതൊക്കെ പറഞ്ഞിരിക്കുന്നു എന്ന് കളിയാക്കുന്ന നാറിയ സംഘികൾക്കുള്ളൊരു മറുപടിയാണ് അൻസാരി സുഹരി ഉസ്താദിൻ്റെ ഈ പോസ്റ്റ്. അൻസാരി സുഹരി ഉസ്താദ് ഇതുപോലൊരു പോസ്റ്റ് ഇവിടെ പോസ്റ്റ് ചെയ്യാൻ കാരണം, എല്ലാ മതത്തിലും ലൈംഗിക വൈകൃതമുള്ള മനുഷ്യരുണ്ട്. ഈ ലൈംഗിക വൈകൃതം ഹൈന്ദവ മതത്തിലും സംഘി മതത്തിലും മാത്രമല്ല എല്ലാ മതത്തിലും നടക്കുന്നുണ്ട്. സംഘി മതത്തിൽ ലൈംഗിക വൈകൃതം സഹിക്കാൻ പറ്റാതെ എത്രയോ പേർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. സംഘി മതത്തിലെ പരനാറി സംഘികൾ സ്വന്തം സമുദായത്തിൽപ്പെട്ടവർ ലൈംഗിക വൈകൃതം കാണിച്ചാലും ഈ പരനാറി സംഘികൾ അത് മൂടിവെക്കും. അങ്ങനെയുള്ള ജന്മങ്ങളാണ് ഈ സംഘികൾ. സംഘികളുടെ മുതിർന്ന നേതാക്കന്മാർ ചെറിയ കുട്ടികളെ പീഡിപ്പിച്ചു കഴിഞ്ഞാൽ അനുയായികളായ സംഘി നാറികൾ ആ മുതിർന്ന നേതാവിനെ സംരക്ഷിക്കുവാൻ നോക്കും. എന്തിന്? കണ്ണൂരിലെ പപ്പൻ മാഷ് എന്ന ആ പരനാറിയെ പോലീസ് പൊക്കിയത് സംഘിണികളുടെ അടിപ്പാവാടയുടെ അടിയിൽ നിന്നാണ്. അത് കേരളം കണ്ടതാണ്. പിന്നെ സ്വന്തം സമുദായത്തിൽപ്പെട്ടവർ ചാകാൻ കിടന്നാലും ഒരു തുള്ളി വെള്ളം കൊടുക്കില്ല ഇവനെ പോലെയുള്ള പരനാറി സംഘികൾ. അങ്ങനെയുള്ള കപട ഹൈന്ദവ സ്നേഹികളാണ് നമ്മുടെ കേരളത്തിലുള്ളത്. തൃശ്ശൂർ വെടിക്കെട്ട് അപകടത്തിൽ മരിച്ചുപോയവർക്ക് ഒരു മുസൽമാനായ മഹാനായ യൂസഫ് അലി സഹായിച്ചത് അൻസാരി സുഹരി ഉസ്താദ് ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രമാണ് അൻസാരി സുഹരി ഉസ്താദ് ചെയ്ത തെറ്റ്. അതിനാണ് ഇവനെ പോലെയുള്ള സംഘി നാറികൾ അൻസാരി ഉസ്താദിന് നേരെ പടവിട്ടുന്നത്. അൻസാരി സുഹരി ഉസ്താദ് ഹിന്ദു മതത്തിൽപ്പെട്ട പലരെയും സഹായിക്കാറുണ്ട്. പക്ഷേ അൻസാരി സുഹരി ഉസ്താദ് യൂസഫ് അലിയുടെ സഹായം ഇവിടെ പ്രത്യേകമായി ചൂണ്ടിക്കാണിക്കാനുള്ള കാരണം കപട ഹിന്ദു സ്നേഹികൾ കണ്ട് പഠിക്കട്ടെ, അല്ലെങ്കിൽ അവർ അത് കണ്ട് മനസ്സിലാക്കട്ടെ എന്ന് കരുതിക്കൊണ്ട് മനഃപൂർവ്വമാണ് അൻസാരി സുഹരി ഉസ്താദ് ആ പോസ്റ്റ് പങ്കുവച്ചത്.